മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള എംപിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ നിവേദനം ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. ഉരുൾപൊട്ടൽ ദുരിത സാഹചര്യങ്ങൾ ധരിപ്പിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി എംപി. The devastation that has happened in that area is complete. It is a small area in which whatever was in the way of the river, when the river changed course, it has taken away. So it is not just a question of people losing one member of a family, or maybe some part of their home, or some part of their life. The people who are affected have lost absolutely everything. The Prime Minister visited, he met the victims. I personally spoke to them, and even after he met them, they expressed that now he has come, maybe we will get some relief from the center. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് എംപിമാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായിരുന്നു അവരുടെ പ്രതികരണം? ആശാവഹമായ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത്. പ്രവിത, ഈ കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന്റെ ആവശ്യങ്ങളിൽ നാളെ മറുപടി നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട് എംപിമാരെ. പാർലമെന്റിൽ വെച്ച് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ ലോക്സഭ എംപിമാർ, ഇടത് വലത് എംപിമാർ സംയുക്തമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള 24 അംഗ സംഘമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള നിവേദനം കൈമാറിയത്. ഈ നിവേദനത്തിൽ വിശദമായ വിവരങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം 100, ഒപ്പം തന്നെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം, പരിക്കേറ്റവരുടെ എണ്ണം എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കൂടാതെ 600 ഹെക്ടർ ഭൂമി ഈ ദുരന്തത്തെ തുടർന്ന് നാശമായി എന്നും ഇതിൽ 310 ഹെക്ടറോളം കൃഷിഭൂമിയാണ് ദുരന്തത്തെ തുടർന്ന് ഇല്ലാതായത് എന്നും ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ഉണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ആശയവിനിമയം, പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചതിന് നന്ദി അറിയിക്കുകയും പ്രധാനമന്ത്രി തന്നെ സഹായം ഉറപ്പു നൽകിയിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ നിവേദനത്തിൽ. കൂടാതെ കേന്ദ്ര സർക്കാർ ഇതുവരെയും ഒരു നയാ പൈസ പോലും ഈ ദുരന്തത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും നിവേദനത്തിൽ എടുത്തു പറയുന്നുണ്ട്. 2221 കോടി രൂപയുടെ പാക്കേജാണ് ഈ വയനാട് ദുരന്തത്തിനായി കേരളത്തിലെ എംപിമാർ സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്ന മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വയനാട് സന്ദർശിച്ചിരുന്ന വിദഗ്ധ സമിതി അവർ സമർപ്പിച്ച റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച് അതിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും, കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും നാളെ തന്നെ ഇക്കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാകും എന്നുമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അറിയിച്ചിരിക്കുന്നത്. അതീവ ഗുരുതര വിഭാഗത്തിലുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം വയനാട് ദുരന്തം എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ദേശീയ ദുരന്തം എന്ന പട്ടിക ഇല്ല എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തം എന്ന തരത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നും അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇല്ല എന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള വിശദീകരണം എന്നുള്ളത്. എന്നാൽ അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തം ഗ്രേഡ് 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ പ്രഖ്യാപനമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു എന്നാണ് എംപിമാർ ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പാക്കേജ്, ആ കാര്യങ്ങൾ തന്നെ സംസ്ഥാനം സമർപ്പിച്ച നിവേദനം തന്നെയാണ് എംപിമാരും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ ഒന്നിച്ചു നിന്ന് തന്നെ വയനാട് ദുരന്തത്തിനുള്ള കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കാം എന്ന തീരുമാനം എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് 4:10 ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ 24 എംപിമാർ പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, ഹൈബി ഈഡൻ, ബെന്നി ബെഹന്നാൻ, ഡീൻ കുര്യാക്കോസ്, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ET മുഹമ്മദ് ബഷീർ, MP അബ്ദുൾ സമദ് സമദാനി,
കൂടാതെ NK പ്രേമചന്ദ്രൻ, K രാധാകൃഷ്ണൻ, ജോസ് കെ മാണി, PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, AA റഹീം, V ശിവദാസൻ, PP സുനീർ, ജെബി മേത്തർ, ഹാരിസ് ബീരാൻ, കൊടിക്കുന്നിൽ സുരേഷ്, K ഫ്രാൻസിസ് ജോർജ് എന്നീ MP-മാരാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതും കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ മറുപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി MP-മാർക്ക് നൽകിയിരിക്കുന്നത്. ഈ വിഷയം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നും കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ കേന്ദ്രത്തിനെതിരായ വിമർശനമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിവേദനമാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയതല്ലാതെ കേരളത്തിന് ഇതുവരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു നയാ പൈസ പോലും നൽകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ സമർപ്പിച്ച നിവേദനം. ഇടത് വലത് MP-മാർ ആണ് സംയുക്തമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഈ കേരളത്തിനുള്ള ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രവിത. ശരി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്.